ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് പ്രാവുകൾക്ക് ഭക്ഷണം നൽകിയാൽ പിഴ ഈടാക്കുന്നത്? പൂന, ബാംഗ്ലൂർ, ഡൽഹി, കൊൽക്കത്ത. ഉത്തരം പൂന. പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നവർക്ക് 500 രൂപ പിഴ ഈടാക്കുമെന്ന് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. പക്ഷികളുടെ കാഷ്ടം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളായ ഹൈപ്പർ സെൻസിറ്റീവ് ന്യൂമോണിയ, ശ്വാസകോശ രോഗം എന്നിവ ഒഴിവാക്കാനാണ് ഈ തീരുമാനം. പൈനാപ്പിൾ വളരാൻ എത്ര വർഷം എടുക്കും? 1 വർഷം, 2 വർഷം, 3 വർഷം, 6 മാസം. ഉത്തരം 2 വർഷം. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം ജലമാണ്? 25%, 50%, 75%, 80%. ഉത്തരം 75%. ബുദ്ധി കൂടുതലുള്ളവരുടെ മുടിയിൽ കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? സിങ്ക്, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം. ഉത്തരം സിങ്ക്. ബുദ്ധി കൂടുതലുള്ളവരുടെ മുടിയിൽ സിങ്കും ചെമ്പും സാധാരണ ഉള്ളവരെക്കാൾ കൂടുതലായി കാണപ്പെടുന്നു. ഏതു വികാരമാണ് പ്രതിരോധശേഷി കുറയ്ക്കുന്നത്? സന്തോഷം, സ്ട്രെസ്, സങ്കടം, ആകാംക്ഷ. ഉത്തരം സ്ട്രെസ്. വായയില്ലാത്ത ഷഡ്പദം ഏത്? പാറ്റ, ഈച്ച, നിശാശലഭം, കൊതുക്. ഉത്തരം നിശാശലഭം. ഏത് രക്തഗ്രൂപ്പ് ഉള്ളവർക്കാണ് ബുദ്ധിയും ആത്മവിശ്വാസവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത്? O, A, B, AB. ഉത്തരം O ഗ്രൂപ്പിൽപ്പെട്ടവർ വളരെ ഹോട്ടായിരിക്കും. കൂടാതെ വളരെ സൂക്ഷ്മബുദ്ധിയുള്ള ഇവർ പ്രായോഗിക ബുദ്ധിയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നവരും ആണ്. ഇന്ത്യയിൽ പഞ്ഞിമിഠായി നിരോധിച്ച സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. ഉത്തരം തമിഴ്നാട്. ക്യാൻസർ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യം പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാർ പഞ്ഞിമിഠായി വിൽപ്പന നിരോധിച്ചു. തകഴിയുടെ ഏത് നോവലാണ് 4 തലമുറയുടെ കഥ പറയുന്നത്? ചെമ്മീൻ, കയർ, രണ്ടിടങ്ങഴി, തെണ്ടിവർഗം. ഉത്തരം കയർ. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദി ഏത്? സുഗുരി നദി, ടീസ്റ്റ നദി, ഉങ്കോട്ട് നദി, ചമ്പൽ നദി. ഉത്തരം ഉങ്കോട്ട് നദി. ഉൽക്ക പതിച്ചുണ്ടായ ഇന്ത്യൻ തടാകം ഏത്? ലോണാർ, ധാല, യാനിസാർവി, ക്രേറ്റർ. ഉത്തരം ലോണാർ. ഉൽക്കാപതനത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഒരു ഗർത്തം സൃഷ്ടിച്ച തടാകത്തിന്റെ ഉദാഹരണമാണ് ഇന്ത്യയിലെ ലോണാർ തടാകം. മഹാരാഷ്ട്രയിലെ ബുൽധാന ജില്ലയിലെ ലോണാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വൻമതിൽ എന്നറിയപ്പെടുന്നത് ഏത്? ആംബർകോട്ട, അമർവാൾ, ബെനിൻ, കുംഭൽഗഡ്. ഉത്തരം കുംഭൽഗഡ്. ഇന്ത്യയുടെ വൻമതിൽ എന്നറിയപ്പെടുന്ന കുംഭൽഗഡ് രാജസ്ഥാൻ സംസ്ഥാനത്തിലെ രാജ്സമന്ദ് ജില്ലയിൽ ആരവല്ലി മലനിരകളുടെ പടിഞ്ഞാറൻ നിരയിലുള്ള ഒരു കോട്ടയാണ്. ഇന്ത്യയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട കൊട്ടാരം ഏതാണ്? ജൽമഹൽ, ഒഡിയൻ ടവർ, ആന്റിലിയ, ഐനിവാസ്. ഉത്തരം ജൽമഹൽ. വാട്ടർ പാലസ് എന്നറിയപ്പെടുന്ന ജൽമഹൽ സാഗർ തടാകത്തിന് നടുവിലാണ്. കൊട്ടാരം തടാകത്തിന്റെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി തോന്നും.
ജയ്പൂർ നഗരത്തിലെ 400 വർഷം പഴക്കമുള്ള ഒരു കൃത്രിമ തടാകമാണ് മാൻസാഗർ തടാകം. ഡിഫ്തീരിയ ബാധിക്കുന്ന ശരീര അവയവം ഏത്? പ്ലീഹ, ചെറുകുടൽ, കരൾ, തൊണ്ട. ഉത്തരം തൊണ്ട. കിണറിന്റെ വടക്ക് ഭാഗത്ത് ഏത് ചെടി വെച്ചാൽ വീട്ടിൽ സമ്പത്ത് വന്നു നിറയും? കുടമുല്ല, ശംഖുപുഷ്പം, ശിവനരുളി, ചെമ്പരത്തി. ഉത്തരം ശംഖുപുഷ്പം. കിണറിന്റെ വടക്കുഭാഗത്ത് ഒരു നീല ശംഖുപുഷ്പം നട്ടു വളർത്തുകയും അതിന്റെ ചുവട്ടിൽ ഒരു മഞ്ഞൾ നട്ടുവയ്ക്കുകയും ചെയ്താൽ വീടിനെ തേടി സമ്പത്ത് വന്നു നിറയും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വീഡിയോയുമായി കാണാം.